പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് സെപ്റ്റംബർ മാസം 8-ാം തീയതി തിങ്കളാഴ്ച, പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ കൊണ്ടാടുന്ന ദിവസം. ഒരുപാട് സന്തോഷം നിറഞ്ഞ ഈ ദിവസം ദിവ്യകാരുണ്യനാഥൻ്റെ അനുഗ്രഹത്തോടെ നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ സംരക്ഷണം നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. ലൂക്കാ സുവിശേഷം 12-ാം അധ്യായം 35-ാം വചനം ധ്യാനിക്കാം. നിങ്ങൾ അരമുറുക്കിയും വിളക്ക് കത്തിച്ചും ഇരിക്കുവിൻ. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനായി എങ്ങനെ കാത്തിരിക്കണമെന്ന് പഠിപ്പിക്കുകയാണ് ഇന്നത്തെ വചനം. കർത്താവിൻ്റെ ആദ്യത്തെ വരവിനായി യഹൂദജനം ഇതുപോലെ കാത്തിരുന്നിരുന്നു. അങ്ങനെ കാത്തിരുന്നവരിൽ ഏറ്റവും തീക്ഷ്ണതയോടെ ഒരുങ്ങിയവളാണ് പരിശുദ്ധ കന്യകാമറിയം. ഒരുക്കത്തിൻ്റെ പ്രതീകമായി നിലകൊള്ളുന്നവളാണ് പരിശുദ്ധ അമ്മ. അവൾ കാത്തിരിക്കുന്നവർക്ക് പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്നവളാണ്. പ്രഭാത നക്ഷത്രമേ എന്ന് അമ്മയെ വിശേഷിപ്പിക്കുന്നത് എത്രയോ അർത്ഥവത്താണ്. അമ്മ വന്നാൽ ഉറപ്പാണ് പുറകെ ഈശോയും വരും. കർത്താവിൻ്റെ അപ്രതീക്ഷിതമായ വരവിനെ കാത്തിരിക്കുന്ന നമുക്ക് അമ്മയുടെ കൂട്ടു തേടാം. അമ്മ കൂടെയുണ്ടെങ്കിൽ ഒന്നും ഭയപ്പെടാനില്ല. കർത്താവേ, പരിശുദ്ധ അമ്മയെപ്പോലെ എപ്പോഴും അങ്ങയെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുന്നവരാക്കി ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് മാറ്റണമേ. എല്ലാവർക്കും ജനന തിരുനാളിൻ്റെ മംഗളാശംസകൾ ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ.